7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് പ്രവാചകൻ ഇങ്ങോട്ടേക്ക് വഹി വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന എനിക്ക് റസൂൽ അങ്ങോട്ടേക്ക് പോയി എന്ന് വിശ്വസിക്കാൻ യാതൊരു തടസ്സമില്ല. കാരണം അവർക്കത് ബോധ്യമാണ്. വിശ്വാസികളാണെങ്കിൽ ബോധ്യമാണ്. ഇനി അവിശ്വാസികളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്നും അങ്ങോട്ടേക്ക് ഫലസ്തീൻ ഭാഗത്തേക്ക് ഷാമിലേക്ക് യാത്ര പോയ ചില ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകൾ ഇപ്പോൾ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ഉത്തരം പറഞ്ഞു കൊടുത്തു. അവർ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അവർ ഇന്നതാണ് അവരുടെ യാത്രയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ട് പറയുന്നില്ല, പ്രവാചകൻ വളരെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് വചനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ചിന്ത മണ്ഡലങ്ങളെ തൊട്ടുണർത്തുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. പരലോകത്തെ കുറിച്ച് പറയുന്ന, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ നീതിയെ കുറിച്ച് പറയുന്ന, ഒന്നുമില്ലാതില്ലെങ്കിൽ ഈ ചില കുറച്ചുപേരൊക്കെ പറയുന്നത് നമുക്ക് യോളോ ലൈഫാണ്, യു ഓൺലി ലിവ് വൺസ് എന്നാണല്ലോ, ഒറ്റ ഒരു ജീവിതം മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് എന്ന് പറയുന്ന ആളുകൾ, എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ തന്നെയായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ. മുഹമ്മദേ, മരണത്തിന് ശേഷം ഈ നുരുമ്പിയ എല്ലുകളൊക്കെ തിരിച്ചു കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകൾ അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ലോകത്തോടു കൂടി നീതി പിന്നെ എല്ലാം അവസാനിക്കുകയാണെങ്കിൽ നീതിപൂർവ്വം ആവുകയില്ല എന്ന ഒരു സാധാരണ ചിന്തയിൽ നിന്ന് ഖുർആന്റെ വചനങ്ങളിലേക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ യഥാർത്ഥ നീതി കൊടുക്കുന്നത് പരലോകത്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഖുർആൻ വ്യക്തമായിക്കൊണ്ട് ഒരാവർത്തിയെങ്കിലും വായിച്ചു നോക്കിയാൽ ഈ ഖുർആൻ ദൈവികമാണെന്ന് ഒരാൾക്ക് മനസ്സിലാകും. അതല്ലാതെ ശാസ്ത്രീയ തത്വങ്ങളിലേക്ക് പോകണം എന്നില്ല. ഇനി വേണമെങ്കിൽ ഖുർആനിൽ ശാസ്ത്രീയ തത്വങ്ങളുണ്ട്, ഖുർആനിൽ ചരിത്രങ്ങളുണ്ട്, ഖുർആനിൽ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലഘട്ടം നടക്കാത്ത പിന്നീട് നടക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്, അത് പിന്നീട് സംഭവ്യമായിട്ടുണ്ട്. പൂർവ്വകാലങ്ങളിലെ ചരിത്രങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും സ്വമേധയാ ആലോചിച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഖുർആനിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചരിത്രം ഖുർആനിലുണ്ട്, ശാസ്ത്രം ഖുർആനിലുണ്ട്, തത്വങ്ങൾ ഖുർആനിലുണ്ട്, വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു പരിപൂർണമായ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു തന്നെ പറഞ്ഞത് ജാഅകും മൗഇദത്തും മിർ റബ്ബിക്കും എന്നാണ്. നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു മൗലിദ് വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരജ്ഞാനം ഇല്ലാത്ത വ്യക്തിയായിരുന്നു എന്ന് പ്രവാചകന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും. സ്വന്തമായി എഴുത്തും വായനയും അറിയാതിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ പ്രവാചകന് സാധ്യമാവുകയില്ല. അപ്പോൾ ഇത് ഖുർആൻ പ്രവാചകൻ ഉണ്ടാക്കിയതല്ല. ഇനി ആ കാലഘട്ടത്തിലെ അവിടെയുള്ള സാഹിത്യ തമ്പ്രാക്കന്മാരോട് ആ ഖുർആന്റെ വെല്ലുവിളിയുണ്ട്. നിങ്ങൾ ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരൂ, അല്ലെങ്കിൽ അതുപോലെ ഒരു അധ്യായം കൊണ്ടുവരൂ, അല്ലെങ്കിൽ നിങ്ങൾ 3 ആയത്തെങ്കിലും കൊണ്ടുവരൂ എന്ന ഖുർആന്റെ വ്യത്യസ്തങ്ങളെ വെല്ലുവിളി അവിടെ ബാക്കിയാണ്. അപ്പൊ സാഹിത്യ പുരവലികൾ, അറബി സാഹിത്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്നും അറബി സാഹിത്യത്തിലെ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വന്ന ജാഹിലിയ കാലഘട്ടമാണ്. അറബി കവിതയിൽ ഒരു കവിതയാകണമെന്നുണ്ടെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ പാടിയ കവിതയുടെ പ്രാസമത്ത കവിതകൾ മാത്രമേ കവിതയാവുകയുള്ളൂ. അങ്ങനെ സാഹിത്യ കുലപതികളായ ആളുകൾക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ